എവിടെയാണ് സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച എല്ലാ വോട്ടർമാരോടും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധി 2024 വിജയിച്ചതിനേക്കാൾ അതിനേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം പോവുകയാണ്. ശ്രീ ഷാഫി പറമ്പിൽ 2021 വിജയിച്ചതിൻ്റെ ഏകദേശം 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകുന്നത്. ചേലക്കരയിൽ 2021 LDFന് കിട്ടിയ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 28,000 വോട്ട് കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ പോരാട്ടത്തിന് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കേരളത്തിൽ. തൃക്കാക്കരയിൽ PT തോമസ് വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിന് ശ്രീമതി ഉമാ തോമസ് വിജയിച്ചു. പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി വിജയിച്ചതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ജയിച്ചത്. ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി ഓളം ഭൂരിപക്ഷത്തിൽ, 5 ഇരട്ടിയുടെ അടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. ചേലക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ 28,000 വോട്ടാണ് കുറവുണ്ടായത്. എന്നിട്ടും ചില മന്ത്രിമാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത്, വേറെ ആരെയും കാണാറില്ല. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക, അല്ലേ? അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ BJPയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി 2ാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവർ നഷ്ടപ്പെടുത്തിയത്, CPM നഷ്ടപ്പെടുത്തിയത്. 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും UDFനെയും പരാജയപ്പെടുത്താൻ CPM ശ്രമിക്കുകയായിരുന്നു. BJPയെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തി BJPക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത്. സത്യത്തിൽ അവിടെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത്. അതാണ് മഹാഭൂരിപക്ഷം, പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. സത്യത്തിൽ ഞങ്ങളെല്ലാം പറഞ്ഞത് 10,000-ന് മീതെ ഒരു 15,000-ന് ഇടയിലുള്ള ഭൂരിപക്ഷമാണ്. സത്യത്തിൽ ഈ 18,000 എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് BJPയുടെയും CPMൻ്റെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ടാണ്. ഞാൻ അവർക്ക് കൂടി കൊടുക്കുക അതിൻ്റെ ഇത്. കാരണം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്. അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം. മാത്രമല്ല, കേരളത്തിൽ BJPയെ തടുത്തു നിർത്താൻ, പിടിച്ചു കെട്ടാൻ കഴിവുള്ളത് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഈ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു ടീം വർക്കിൻ്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക. സ്ഥാനാർത്ഥികളെ സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കാറുള്ളത്. ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നമുക്കൊരു മുൻതൂക്കം തന്നു. അതിന് നേതൃത്വം കൊടുത്ത ശ്രീ KC വേണുഗോപാലിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹവും കേരളത്തിൻ്റെ ഇൻചാർജായ ശ്രീമതി ദീപാദാസ് മുൻഷിയും 2 ACC ഭാരവാഹികൾ ശ്രീ മൂന്ന് പേർ PV മോഹനും അതുപോലെ മൻസൂർ ഖാനും ശ്രീ അറിവഴകൻ ഉൾപ്പെടെ അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ പ്രസൻസും ഉണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന്, UDF ലീഡർഷിപ്പിന് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആദ്യം നന്ദി പറയാം. KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ്റെ നേതൃത്വത്തിൽ KPCCയുടെ ഭാരവാഹികൾ ഒരു ടീമായി നിന്നു. UDFിൻ്റെ ഘടകകക്ഷികൾ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ
ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തു. ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും, UDF സെക്രട്ടറി CP ജോൺ അടക്കം ഉള്ള മുഴുവൻ നേതാക്കന്മാരും ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. UDFിൻ്റെയും കോൺഗ്രസിനകത്തെയും ഐക്യമാണ്. എന്തായിരുന്നു ബഹളം? ആദ്യത്തെ ആഴ്ച കോൺഗ്രസിൽ വലിയ കുഴപ്പമാണ്, പാലക്കാട് ഇപ്പോൾ പല കഷ്ണമായിട്ട് ആളുകൾ പോകുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസിലല്ല കുഴപ്പം, UDFിലല്ല കുഴപ്പം, കുഴപ്പം CPMലും കുഴപ്പം BJPയിലുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞത്. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ട് ശ്രീധരന് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 38,000 വോട്ട്, 38,000-ലധികം വോട്ട് മാത്രമാണ് കിട്ടിയത്. 12,000 വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കുറഞ്ഞു പാലക്കാട്. അപ്പോൾ ഇതാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു വലിയ പാഠമുണ്ട്. ആ പാഠം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പാഠമാണ്. നന്നായി ഒരുമിച്ച് നിന്ന് ഒരു ടീമായി വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ജനങ്ങളോട്, വോട്ടർമാരോട് പ്രത്യേകമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നൊരു വലിയ മുന്നണിയായി ഐക്യജനാധിപത്യ മുന്നണി മാറും. കോൺഗ്രസ് എല്ലാ നേതാക്കളും മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ചുമതലയായിരുന്നു. എങ്കിലും അദ്ദേഹം 2-3 പ്രാവശ്യം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള സഹായങ്ങൾ നടത്തി. മുൻ KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മുഴുവൻ MLAമാർ, MP മാർ, ഭാരവാഹികൾ എല്ലാവരും ഏൽപ്പിച്ച ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ച അവരോട് ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ഞാനതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഈ ടീമിന്, ആ ടീം വർക്കിന് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. എല്ലാവരോടും നന്ദി പറയാം. അല്ല, തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എല്ലാവരും പ്രചരണം നടത്തിയത് എന്താ? CPMൻ്റെ പ്രചരണമായിരുന്നല്ലോ. CPM ആ ആളെ സ്വാഗതം ചെയ്തു, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞു, ബെസ്റ്റാണെന്ന് പറഞ്ഞു, നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഞങ്ങൾ ഒരാഴ്ച മുമ്പേ തീരുമാനിച്ചാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വൈകിച്ചത് CPM നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കൂടി ആയിട്ടാണ് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചെയ്യുന്നത്. ആ ഫയലുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് ഈ ഇരുണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ CPM നേതാക്കളെല്ലാം മറിഞ്ഞു. പിന്നെ എന്തെല്ലാം വർഗീയ പ്രചരണമാണ് നടത്തിയത്. 2 മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള 2 പത്രത്തിൽ CPM കൊടുത്ത പരസ്യം, മന്ത്രി MP രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് ആ പരസ്യം കൊടുത്തത്. കേരളം ഇവരുടെ ഈ വർഗീയതയോർത്ത് നാണിച്ച് തലകുനിക്കും. സംഘപരിവാർ പോലും നാണിച്ചു പോകുന്ന വർഗീയ പ്രചരണമാണ് CPM കേരളത്തിൽ നടത്തിയത്, ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ലോകസഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ സാധാരണ പറയാറുള്ളത്. അല്ലല്ല, ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലോകസഭാ ആ വോട്ടാണ് കിട്ടിയത് 3-ാം സ്ഥാനത്താണ്. അത് തന്നെ, വോട്ടിലൊരു മാറ്റമില്ല, കാര്യമായിട്ടുള്ളൊരു മാറ്റമില്ല. വോട്ടിൻ്റെ വർധനവിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് പോലുള്ള മാറ്റമില്ല. വോട്ടിൻ്റെ ഒരു വർധനവുണ്ടല്ലോ. കാരണം അവർക്ക് അന്ന് കിട്ടിയത് 2021 കിട്ടിയത് 36,433, ഇപ്പം 37 സംതിങ്. വോട്ടർ പട്ടികയും വലുതായിട്ടുണ്ട്, അതിൻ്റെ പ്രപ്പോർഷൻ പോലും കിട്ടിയില്ല, അതിൻ്റെ പെർസെൻറ്റേജ് പോലും കിട്ടിയില്ല. 2021 പരമദയനീയമായ സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എവിടെ? അതുകൂടി കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ BJPയുടെ വോട്ട് ഗണ്യമായി കുറച്ചു. ആ വോട്ട് CPMലേക്കല്ല പോയത്, ആ വോട്ട് ഞങ്ങൾക്കാണ് പോയത്, ഞങ്ങൾക്കാണ് വന്നത്. കറക്റ്റ് അല്ലേ? ശ്രീധരൻ മത്സരിക്കുമ്പോൾ ശ്രീധരന് 50,000 വോട്ടാണ്. കൃഷ്ണകുമാർ കിട്ടിയിരിക്കുന്നത് 32,000-ലധികം വോട്ടാണ്, 12,000 വോട്ട് കുറഞ്ഞു. ഇവിടെ ഒരു 1,000-ലധികം വോട്ട് മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് കൂടിയുള്ളൂ. അത് പ്രപ്പോസലാണ്. NDAയുടെ വോട്ടാണോ അത്? NDAയുടെ വോട്ടാണോ? ശ്രീധരന് കിട്ടിയ വോട്ട് നിങ്ങൾ BJPയുടെ അതിൽ ചെലവിലങ്ങ് നോക്കിയാണോ? ആണോ? ശ്രീധരന് കിട്ടിയ 50,000 വോട്ട് BJPക്ക് ഉണ്ടെന്നാണോ ആ ചോദ്യത്തിൻ്റെ അർത്ഥം? അല്ല, അത് ശ്രീധരന് അഡീഷണൽ ആയിട്ട് കിട്ടിയ 10-12,000 വോട്ടാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി, അതും കിട്ടി, അതിനേക്കാൾ കൂടുതലും കിട്ടി. അതുകൂടി കിട്ടിയാലും വരില്ലല്ലോ. അത് 12,000 വോട്ട്, പിന്നെ ഒരു 4,000 വോട്ട് ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷം, അപ്പോഴും 16 ആയുള്ളൂ. പിന്നെ പോയില്ല അങ്ങോട്ട് മുകളിലേക്ക്. 18 കഴിഞ്ഞ് 19ൻ്റെ അടുത്ത് വന്ന്.
LDFിന്റെ വോട്ട് എന്തിന്? അത് പ്രൊപ്പോഷണലായിട്ട് കൂടിയിട്ടില്ലല്ലോ. അന്ന് കിട്ടിയ വോട്ട് പരിതാപകരമായ വോട്ടല്ലേ. ഇനി അതിനേക്കാൾ കുറയാനില്ല. 3-ാം സ്ഥാനത്താ. 10 കൊല്ലം മുമ്പ് 3-ാം സ്ഥാനത്തല്ലായിരുന്നു, 2-ാം സ്ഥാനത്തായിരുന്നു. അവിടെ BJP വളർന്ന്, CPMന്റെ തകർച്ച കൊണ്ടാണ് BJP അവിടെ വളർന്നത്. ഇപ്പം ഞങ്ങളാണ് BJPയെ പിടിച്ചു കെട്ടിയത്. അല്ല, ഞങ്ങളവിടെ ഒരു 3000-ൽ അധികം വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകളൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ ജയിച്ചില്ല. പക്ഷേ 39,600 വോട്ടിനാണ് 2021-ൽ കെ രാധാകൃഷ്ണൻ ജയിച്ചൊരു സ്ഥലമാണ്. 28 വർഷമായിട്ട് CPMന്റെ MLA-മാരിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി ഞങ്ങൾ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറച്ചു. അത്രയും വർക്ക് ഞങ്ങൾ അവിടെ നടത്തി. അവിടെ അതാണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. കഠിനാധ്വാനം ചെയ്താൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും വ്യത്യാസം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടി ഞങ്ങൾ താഴോട്ട് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ഞങ്ങളൊരു 3000 വോട്ടിന് വീതം ജയിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ കണക്ക്. അത് ശരിയായില്ല, സത്യമാണ്. പക്ഷേ നിസ്സാരമായിട്ട് കാണണ്ട. ചിലകരെ 28,000 വോട്ടാണ് കുറച്ചത്. അന്ന് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കിട്ടിയ വോട്ടാണ് 40,000. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി 2021 കിട്ടിയ വോട്ടാണ്. ആ ഭരണ തുടർച്ചയ്ക്ക് കിട്ടിയ വോട്ടിന്റെ 28,000 വോട്ട് ഞങ്ങൾ താഴേക്ക് കൊണ്ടു. പാലക്കാടല്ലേ? അദ്ദേഹത്തിന് ഞാൻ കുറച്ച് നന്ദി പറയാണ്. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയില്ല. ഞാൻ ഈ ആരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു അദ്ദേഹം എഴുതി കൊടുത്തതാണ്. അപ്രസക്തരായ ആളുകൾ പാർട്ടി വിട്ടപ്പോൾ പോലും ഇപ്പോൾ ഈ UDFലും BJPയിലും സീറ്റ് അന്വേഷിച്ച് സീറ്റ് കിട്ടാത്ത ആൾക്ക് സീറ്റ് കൊടുത്തു. ആ സീറ്റ് കൊടുത്ത ആൾ ആദ്യം പറഞ്ഞത് എന്നെക്കുറിച്ചാണ്. ഞാൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, ധാർഷ്ട്യമാണ്, ഭയങ്കര കുഴപ്പക്കാരനാണ്. അഹങ്കാരിയും ധിക്കാരിയും ധാർഷ്ട്യവുമുള്ള VD സതീശൻ്റെ പാർട്ടി വിട്ട് അദ്ദേഹം പോയത് വിനയാന്വിതനും ലാളിത്യവും പാവപ്പെട്ടവനുമായ പിണറായി വിജയൻ്റെ പാർട്ടിയിലേക്കാണ്. മനസ്സിലായി? എന്നിട്ട് അവിടെ ഞാൻ കാണാത്ത ആളുകൾ, ഒരാൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് മത്സരിച്ചിട്ട് 15 വോട്ട് കിട്ടിയ ഒരാൾ, ഒരു കൊല്ലമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല, അദ്ദേഹം പാർട്ടി വിട്ടുപോയി. ഞാനതിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല ഇതുവരെ. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ MP രാജേഷ് എഴുതി കൊടുത്ത് VD സതീശൻ ധാർഷ്ട്യമാണ്, ധിക്കാരാണ്, അഹങ്കാരമാണ്. ഞാൻ അത് അസംബ്ലിയിൽ മറുപടി പറഞ്ഞ ഇതൊന്നും അവരെന്നെപ്പറ്റി പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. അസംബ്ലിയിൽ 15 CPM MLA-മാർ ഇതുപോലെ തന്നെ പറഞ്ഞു. പാർലമെന്ററി പാർട്ടി നേതാവായ മന്ത്രി എഴുതി കൊടുത്ത ഇവിടെ ഒരു 5-8 പേരെ കൊണ്ട് പറയിപ്പിച്ചു. CPMന്റെ ക്യാമ്പയിൻ അതാണ്. CPM-കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെന്നെക്കുറിച്ചല്ല പറയണമെന്ന് എനിക്കറിയാം. അവർക്ക് ഒരാളെ പറ്റി പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അവർ ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എന്നെപ്പറ്റിയല്ല, അത് മറ്റേ ആളെ പറ്റിയാണ് പറയണമെന്ന് എനിക്കറിയാം. അവിടെ എനിക്ക് ഒരു വിരോധം ആരോടും ഇല്ല. കാരണം ഇത്രയും ഭൂരിപക്ഷം ആക്കി തന്നത് അവർക്കൊരു പങ്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, 15,000 വരെ ഞങ്ങളുടെ കഠിനാധ്വാനവും പ്രവർത്തനവും നിൽക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കാരണം രാത്രിയിലെ റെയ്ഡ്, പിന്നെ പെട്ടി നാടകം, പാതിര നാടകം, സ്പിരിറ്റ് നാടകം, മനസ്സിലായില്ലേ? പിന്നെ മറ്റേ പത്രങ്ങളിലുള്ള പരസ്യ നാടകം, കുറേ നാടകങ്ങളുണ്ടായിരുന്നു. ആ നാടകത്തിൻ്റെ മുഴുവൻ സ്ക്രിപ്റ്റ്, സംഭാഷണം, സംവിധാനം എല്ലാം ഈ മന്ത്രിയുടെ അളിയനും കൂടിയായിരുന്നു. അവർക്ക് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബാക്കി വോട്ട് 15,000-ന് മീതെയുള്ള വോട്ട് അത് അവർ മേടിച്ചു തന്നെ ഞങ്ങൾക്ക്. അവർ വോട്ട് കൂടിയിട്ടില്ല. അവരുടെ വോട്ട് ഞാൻ പറഞ്ഞില്ലേ, 2021 നിയമസഭ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 36,433 വോട്ടാണ്. ആ വോട്ട് ഇപ്പം 37,000 വോട്ട്. 1000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടർ പട്ടിക വലുതായില്ലേ? 10,000 വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോഴാ 1000 വോട്ടേ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. ആ 10,000-ന്റെ ഷെയറെങ്കിലും കിട്ടണ്ടേ? ഈ 3 പേർക്കായിട്ട് ഈ 10,000 വോട്ട് പോകുമല്ലോ. കൂടിയ വോട്ട് 10,000 വോട്ട് ചേർത്തിട്ടുണ്ട് അവിടെ പുതിയതായിട്ട് 2021 അസംബ്ലിയേക്കാൾ. അതിനേക്കാൾ കൂടുതലുണ്ട്. പാർലമെന്റിനും കൂടി വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വരും. എന്നിട്ട് ഈ 10,000-ന്റെ ഷെയർ പോലും കിട്ടിയില്ല. കൂടിയതാണോ? കൂടിയതല്ല, കുറയാണ് ചെയ്തത്. LDFന് കുറയാണ് ചെയ്തത്. നമ്പറല്ല നോക്കണ്ട. അപ്പോൾ അന്നുണ്ടായിരുന്ന വോട്ടാണ്. അന്നുണ്ടായിരുന്ന വോട്ടിനേക്കാൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പിൽ ചേർത്ത വോട്ടും ഇപ്പോഴത്തെ ചേർത്തും കൂടി ഏകദേശം 15,000 വോട്ട് 2021 ഇലക്ടറൽ റോളിനേക്കാൾ കൂടി. 15,000 വോട്ട് കൂടിയപ്പോൾ LDFന് കിട്ടേണ്ടത് 1000 വോട്ടിന്റെ വർധനമാണോ? ആണോ? കണക്കാണത്. കണക്കൊന്നും വെറുതെ നമ്മളോട് വരാൻ നിൽക്കണ്ട. കണക്കനുസരിച്ച് LDFന്റെ വോട്ട് കുറയാണ് ചെയ്തത്. അവർക്കൊരു
3 പാർട്ടി വീതം വെച്ച് പോകുമ്പോൾ ഒരു 3000 വോട്ടെങ്കിലും കൂടണ്ടേ? വേണ്ടേ? ഞങ്ങൾക്ക് ഒരു 6000 വോട്ട് കൂടി, BJPക്ക് ഒരു 4000 വോട്ട് കൂടി, 10 ബാക്കിയെങ്കിലും കുറേയെങ്കിലും ഒരു 3000 വോട്ടെങ്കിലും കൂടണ്ടേ? കൂടിയില്ല. 1000 വോട്ടാണ് കൂടിയത്. വോട്ട് കുറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കണക്ക്. ഇനി കൂടിയെന്ന് അവർ വിചാരിച്ചോട്ടെ, അവരങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രിയും കൂട്ടരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി 1.5 കൊല്ലം കൂടി ബാക്കിയുണ്ടല്ലോ, കാണാം. ഇത് 18,874 വോട്ടിൽ ജയിച്ചിട്ട് ഇതുപോലത്തെ വർത്താനം പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാൻ മറന്നുപോയി. കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി ഈ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് പറയുക, എന്നിട്ട് പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ ജയിലിൽ സ്വീകരിക്കാൻ വിട്ട് കുറച്ച് വോട്ടി അങ്ക് മേടിച്ചു തന്ന ഒരാളാണ്. ഞാൻ ഒന്നും പറയില്ല പുള്ളിയെ പറ്റി. ഞാൻ അദ്ദേഹത്തോടൊന്നും പറയില്ല. അദ്ദേഹത്തിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ ഒരുപാട് സംഭാവനകളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആക്കി തന്നതിന്. പിന്നെ അദ്ദേഹത്തിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ CPM-നെ 2ാം സ്ഥാനത്താക്കി അദ്ദേഹം. കാരണം പിണറായി വിജയനോട് കടപ്പാടുള്ള ആളല്ലേ. ഈ കള്ളപ്പണ കേസിലെ പ്രതിയാവേണ്ട ആളെ സാക്ഷിയാക്കിയതല്ലേ, മഞ്ചേശ്വരം കൊലക്കേസിൽ രക്ഷപ്പെടുത്തിയ ആളല്ലേ. അദ്ദേഹം നന്ദി കാണിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് കണ്ടകശനിയാണ്, കണ്ടകശനി എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത്. മുഴുവൻ BJP CPM നേതാക്കളെല്ലാവരും മത്സരിച്ച് എൻ്റെ സ്ഥാനം തെറിക്കും എന്തെല്ലാമാണ് അവർ പറഞ്ഞത്. അതൊന്നും സാരമില്ല, ഞാനതൊന്നും ഇലക്ഷൻ കാലത്ത് അങ്ങനെ പറഞ്ഞു. വ്യക്തിപരമായി ഒരുപാട് ആക്ഷേപങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും സാരമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെട്ട ആളുകളാണ്. എനിക്ക് അതിനൊന്നും ഒരു വിദ്വേഷമില്ല, ഒന്നുമില്ല. കാരണം ജനങ്ങൾ നമ്മളോടൊപ്പമാണ് എന്ന് അവർ തെളിയിച്ചു. ഇതുപോലുള്ള ഇതിനേക്കാൾ വലിയ വിജയം എങ്ങനെ നൽകുമവർ? ഇതിനേക്കാൾ വലിയ വിജയം അവരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസിലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. പ്രിയങ്ക ഗാന്ധിയുടെ ഈ വലിയ ഉജ്ജ്വലമായ വിജയം കൂടി ആയിട്ടില്ല, ഭൂരിപക്ഷം ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ്. അവരുടെ കേരളത്തിലെ ഒരു സാന്നിധ്യവും തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി. അല്ലല്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മളായില്ലല്ലോ, എത്തിയില്ലല്ലോ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ 2024 ഭൂരിപക്ഷത്തിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞു. അല്ല പോട്ടെ, മുകളിലേക്ക് പോട്ടെ, എത്തിയിട്ടില്ലല്ലോ. കേരളത്തിൻ തിരുമുറ്റത്ത് തൂത്തെറിഞ്ഞ നായകന് 10,000 വോട്ട് ചെയ്യാതിരുന്നിട്ടും നമുക്ക് 18,000, അത് ഫുൾ ചെയ്തിട്ടുണ്ട് 25,000 ഭൂരിപക്ഷം.